ഇതിൻ്റെ സാംസ്കാരിക പെരുമ ഉദ്ഘോഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുള്ള രാമായണ ഫെസ്റ്റ് സമർപ്പണ നടത്താറുള്ള രാമായണ ഫെസ്റ്റ് ഇത്തവണയും ഓഗസ്റ്റ് 15 തീയതി നടത്തുന്നുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ നടത്തിവരുന്ന ഹനുമാൻ പൂജ ഇത്തവണയും നടത്തുന്നുണ്ട്. ഈ പൂജ ഈ മാസം 26 തീയതി ഞായറാഴ്ചയാണ്. ആലുവയിൽ നിന്നുള്ള ഹനുമാൻ ക്ഷേത്രം, ആലുവയിലെ അതിപ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ക്ഷേത്രത്തിലെ തന്ത്രിമാരായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പൂജാവിധികളും എന്താന്ന് പറയുന്നതും ചെയ്യുന്നതും അവരായിരിക്കും. രാവിലെ 7:30 തുടങ്ങി വൈകിട്ട് 7:30 മണി വരെ എല്ലാവർക്കും ഭക്തർക്ക് അവിടെ വന്ന് തൊഴാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വൈകിട്ട് നമ്മൾ ഒരു 6 മണി തൊട്ടിട്ട് മംഗള ആരതിയാണ്. അതിനകത്ത് നമ്മൾ 501 സ്ത്രീകളെ പങ്കെടുപ്പിച്ചിട്ട് പരിപാടി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് ഗംഭീരമായിട്ട് തന്നെ നടത്തിയിരുന്നു. 501 സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. താളത്തോട് കൂടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതിനകത്ത് നമുക്ക് തിരുവാതിരക്കളി, സ്ത്രീകളുടെ തിരുവാതിരക്കളി, അതേപോലെ ഡാൻസ്, അങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മികമായിട്ടുള്ള ഒരു മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക തലത്തിൽ നമ്മൾ ഉയരുമ്പോഴാണ് ഒരുപാട് മൂല്യങ്ങളിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഇപ്പം പറയാലോ, നമുക്ക് സമകാലിക സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അറിയാം ഇങ്ങനെയുള്ളൊരു പോരായ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു പൂജ നടത്തുന്നതും അതിനോടനുബന്ധിച്ച് സന്ദേശം നൽകുന്നതും മുഴുവനായിട്ടും അമ്മമാരാണ്, സഹോദരിമാരാണ് നടത്തുക. ഞങ്ങളുടെ ഒരു ടീമാണ് ഈ പൂജ നടത്തുക. അതിനോടനുബന്ധിച്ചിട്ട് രാമായണത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള തിരുവാതിരക്കളി, നൃത്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികളും സ്ത്രീകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ ഉണ്ടായിരിക്കും. ഭജൻ നടത്തും. അങ്ങനെ ഉള്ള പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നുണ്ടാവും. നമ്മുടെ പൂജയിൽ പ്രധാനമായിട്ടും ഹനുമാൻ ചാലിസ എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹനുമാൻ ചാലിസ എന്ന് പറയുമ്പോൾ പലപ്പോഴും അറിയാത്ത ഒരു ഇതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്ത കവിയായിട്ടുള്ള തുളസീദാസ് രചിക്കപ്പെട്ടതാണ് ഹനുമാൻ ചാലിസ. അത് 40ഓളം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായും മാനസികവുമായിട്ടുള്ള എനർജി കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയൊക്കെ മാറിക്കിട്ടി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ അർച്ചന, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെറ്റിലമാല സമർപ്പണം എന്ന് പറയുന്നൊരു ചടങ്ങ് കൂടി ഹനുമാൻ സ്വാമിക്ക് ഈ ഒരു പൂജയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് അർച്ചനകളും കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു യാഗം ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ പൂജയിൽ എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പങ്കെടുത്താൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന സമർപ്പണ എന്ന് പറയുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സമർപ്പണയുടെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രാമായണ ഫെസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ രാമായണ ഫെസ്റ്റ് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ 2026 നമ്മൾ അതിഗംഭീരമായിട്ട് തന്നെ രാമായണ ഫെസ്റ്റും അതുപോലെ തന്നെ ആ രാമായണ ഫെസ്റ്റിൽ പല പുരസ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അർഹരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ പരിപാടികളിലൊക്കെ ഹനുമാൻ സ്വാമി പൂജയിലും അതുപോലെ തന്നെ തുടർന്നുള്ള രാമായണ ഫെസ്റ്റ് പരിപാടി ഓഗസ്റ്റ് 15-നാണ്. നമ്മുടെ ഈ ഹനുമാൻ സ്വാമി പൂജ നടക്കുന്നത് തൃശ്ശൂർ MG റോഡിലുള്ള ശ്രീ ശങ്കരയ്യൻ ഹോളിൽ വെച്ചിട്ടാണ്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെ. ഞങ്ങൾ സമർപ്പണ രാമായണ ഫെസ്റ്റിൻ്റെ മാതൃസമിതി അംഗങ്ങളാണ്. ശ്രീമതി സത്യലക്ഷ്മി, രമാദേവി, അഡ്വക്കേറ്റ് ശ്രീലത, സീന ജയചന്ദ്രൻ, ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ രാമായണ ഫെസ്റ്റും ഈ ഹനുമാൻ പൂജയും പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
10ാം വർഷമാണ് ഇത് രാമായണ ഫെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ 2 പേർക്ക് അവാർഡ് കൊടുക്കാറുണ്ട് കൊല്ലം തോറും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെറ്റില സമർപ്പണം, പിന്നെ വാൽമീകി പുരസ്കാരം, രാമായണ പുരസ്കാരം, രാമായണ പുരസ്കാരം, ഇങ്ങനെ 2 അവാർഡാണ് കൊടുക്കാറ് പതിവ്. പിന്നെ ഇതുപോലുള്ള പൂജ, അർച്ചന, പിന്നെ വെറ്റില സമർപ്പണം, ഈ വിധ ഇത് അവിടെ ഹനുമാൻ പൂജയ്ക്ക് നടത്തുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. സമർപ്പണയിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പൂജ ഞങ്ങൾ മാതൃസമിതിയാണ് നടത്തുന്നത്. സമർപ്പണ എന്ന് പറയുന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അതിന്റെ താഴോട്ട് വന്നിട്ടുള്ളതാണ് ഈ രാമായണ ഫെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം. ഇതിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ വർഗ്ഗം ഒന്നും ഇല്ലാണ്ട് തന്നെ വർഗ്ഗ ജാതിമത വ്യത്യാസമന്യേ എല്ലാവർക്കും പങ്കെടുക്കാം. സ്ത്രീ പുരുഷ വ്യത്യാസം എല്ലാവർക്കും പങ്കെടുക്കാം. ആരെങ്കിലും സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഇതിന്റെ കമ്മിറ്റിയുടെ ഒരു ഹെഡ് ചെയ്യുന്ന ഒരാൾ ബിജോയ് തോമസ് ആണ്. അദ്ദേഹം അതുപോലെ തന്നെ സ്ത്രീകളും ഒരുപാട് വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാർ എല്ലാ വർഷവും വന്ന് പങ്കെടുത്ത് പോകാറുള്ളതാണ്. രാമായണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മറച്ചു പിടിക്കുന്ന പല സത്യങ്ങളും നമ്മുടെ പുരാണത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സത്തകളൊന്നും വരാതിരിക്കാനായിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ എല്ലാ രംഗത്തും നടക്കുന്ന കാലത്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. നമ്മൾ വയനാടും അതുപോലെയുള്ള ആദിവാസി അട്ടപ്പാടിയിലൊക്കെയുള്ള ആദിവാസി സമൂഹത്തിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാ വർഷം തോറും കുറെ അധികം ആളുകൾ വരുന്നുണ്ട്. അവർക്ക് നാടൻപാട്ടൊക്കെ ഉണ്ട്. അതെ, നാടൻപാട്ട് കലാപരിപാടികളുണ്ട്. പിന്നെ ഏറ്റവും പ്രായത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു അമ്മേനെ ഒരു ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ രാമായണ ഫെസ്റ്റിവൽ ശബരി സദ്യയൊക്കെ നിങ്ങൾ നടത്താറുണ്ട്. എല്ലാവിധ ജാതി മതസ്ഥരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പരസ്പരം ഭക്ഷണം പങ്കിട്ടെടുക്കുക, കഴിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്താണോ ശ്രീരാമ ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് തന്നെ ശബരിയിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുകയായിരുന്നു, കാട് ജാതിക്കാരിയായിട്ടുള്ള. അപ്പൊ ഇതൊക്കെ നമ്മുടെ യങ്ങർ ജനറേഷന് അറിയാതെ പോണ കുറെ കാര്യങ്ങളുണ്ട്. ഈ സന്ദേശം പകരാനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ശബരി സദ്യയും നടത്താറുണ്ട്. ഇതെല്ലാം ഈ പരിപാടിയായിട്ട് നടക്കും. അത് നമുക്ക് പിന്നീട് പറയാം. ഈ ഹനുമാൻ സദ്യ, ഹനുമാൻ പൂജയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഹനുമാൻ പൂജ നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ മാതൃസമിതിയാണ് നടത്തുന്നത്. ആ കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതില് പറ്റിയിട്ടില്ല. ഹനുമാൻ പൂജ നമ്മളൊക്കെ വീട്ടിലും ചാലിസ അതൊക്കെ വായിക്കുക ചെയ്യുന്ന ആൾക്കാര് സ്വതവേ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ സർവ്വ ഐശ്വര്യമാണ്. അതിപ്പോ നമ്മുടെ സനാതനധർമ്മ തത്വം തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവൈവം സുഖിന എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഹനുമാൻ പൂജ നടത്തുന്നതിന് പ്രധാന ഉദ്ദേശം ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ വയനാട് കാലവർഷക്കെടുതി. നമുക്ക് ചെയ്യാവുന്നത് പ്രാർത്ഥനയെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടി അത് ഒരുമിച്ച് കുറെ ആൾക്കാർ കൂടി ഒരു ഭജന പോലെ നടത്തുമ്പോൾ അതിന്റെ എഫക്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോ അമ്മമാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. അപ്പൊ മാതൃസമിതി അതിനായിട്ട്, അതായത് സ്ത്രീകൾ അതിനായിട്ട് മുന്നിട്ട് ഇറങ്ങി ഇങ്ങനെ ഒരു പൂജ നടത്തി വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കാം. അപ്പൊ ഞങ്ങൾ വിശ്വാസമുള്ള ആൾക്കാർ വന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് ഇത് ഞങ്ങൾ സമൂഹത്തിന് നന്മയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് ഞങ്ങൾ ഈ പൂജ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മൊത്തം ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഉള്ള സമസ്ത ആൾക്കാർക്കും സുഖം സംഭവിക്കട്ടെ, ആരോഗ്യം കിട്ടട്ടെ. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. പൂജിച്ച ഒരു ഹനുമാന്റെ വിഗ്രഹം നമ്മൾ ആ സമയത്ത് അയോധ്യയിൽ പൂജിച്ചു പോണതാണ്. ആ സമയത്ത് അത് ബുക്ക് ചെയ്യണം, അത് ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. അത് ഈ സമയത്ത് പൂജിച്ചു കൊടുക്കപ്പെടുന്നുണ്ട് ആ സമയത്ത്.